guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള മുറുക്കാണ്. പൊരികടല മുറുക്കാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. പൊരികടല മുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് പൊരികടല ഏകദേശം അളവിൽ കൃത്യമായിട്ട് അളവൊന്നുമില്ല, കുറച്ച് പൊരികടല മിക്സഡ് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പ് പൊടി വേണം, പൊരികടലയുടെ പൊടി. അപ്പം ആ ഒരു അളവ് ഏകദേശം മനസ്സിൽ കണ്ടിട്ട് അതിനനുസരിച്ച് പൊടിക്കാൻ എടുക്കുക കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും എനിക്ക് പറയാനില്ല, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുക്കട്ടെ, അതിനുശേഷം കാണിച്ചു തരാം. ഇപ്പം നന്നായിട്ട് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. 2-3 പ്രാവശ്യം ഒന്ന് പൾസിലിട്ടിട്ടോ മിക്സിയുടെ പൾസിലിട്ടിട്ടോ ഒന്ന് കറക്കി എടുത്താൽ മതി. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എണ്ണ ചൂടാക്കാൻ വെക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. ഇപ്പം തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചോളൂ. അപ്പം നമ്മൾ മാവൊക്കെ കുഴച്ച് വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാകമാവും. ഓക്കെ, ഇനി മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1/4 കപ്പ് അരിപ്പൊടി, ഏതെങ്കിലും അരിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ അയമോദകം, ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം, മാവ് കുഴച്ച ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. ഇതിലേക്ക് ഞാൻ ബാക്കി മാറ്റി വെച്ച പൊരികടലയുടെ പൊടിയിൽ നിന്ന് അല്ലെങ്കിൽ പൊട്ടുകടലയുടെ പൊടിയിൽ നിന്ന് 1/4 കപ്പ് അളന്നെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഏതെണ്ണയായാലും കുഴപ്പമില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ അരിപ്പൊടിയിലേക്ക് പൊട്ടിക്കടലയുടെ പൊടിയിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുറുക്കിലൊക്കെ ഒരുപാട് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂട് എണ്ണ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് തിന്നായിട്ടുള്ള മാവ് കുഴയ്ക്കരുത്, ഒരുപാട് കട്ടിയായിട്ടും മാവ് കുഴയ്ക്കരുത്. ഓക്കെ, ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ നമുക്ക് പിഴിയുമ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് നിൽക്കില്ല. ഒരുപാട് തിക്കാണെങ്കിൽ നമുക്ക് പൊട്ടി പോവും. അപ്പം കറക്റ്റായിട്ടുള്ള അളവിൽ മാവ് കുഴച്ചോളൂ. കണ്ടോ, മാവ് നന്നായിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ മുറുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല ഷേപ്പിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റാർ ഷേപ്പാണ്. ഞാൻ നീളത്തിലാണ് ഈ മുറുക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വട്ടത്തിൽ നമ്മൾ സാധാരണ കടയിലൊക്കെ കാണുന്ന പോലെയുള്ള മുറുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഏത് ചില്ല് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ആ ഷേപ്പിൽ വരുന്നേ ഉള്ളൂ നമുക്ക് പിഴിയുന്ന സമയത്ത്. ഞാൻ മാവ് നിറയ്ക്കാൻ പോവാണ്. അപ്പം അതിന് മുമ്പായിട്ട് എല്ലാ ഭാഗത്തും എണ്ണ തേച്ച് കൊടുക്കുകയാണ്, ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മാവ് ഇവിടെ സേവനാഴിയിലേക്ക് നിറയ്ക്കാം. ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിനെ സേവനാഴി എന്നാ പറയുക. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു 1/4 ഭാഗം നിറച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ നീളത്തിലാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് എനിക്ക് ചീനച്ചട്ടിയിൽ നമ്മുടെ എണ്ണ ചൂടാക്കാൻ വെച്ചതിൽ ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്യാം. വട്ടത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കയ്യിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അല്ല, ഡയറക്റ്റായിട്ട് ചുറ്റാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എളുപ്പത്തിന് നമുക്ക് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഒരുപാട് മെനക്കെടൊന്നുമില്ല. ഞാൻ കോലായിട്ട് നമ്മുടെ പക്കാവടയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഡയറക്റ്റായിട്ട് പിഴിയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടാവും. കണ്ടോ, നല്ല ചൂട് എണ്ണയാണ്. ഇതിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് തിക്കി നിറയ്ക്കണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ടോളൂ. ഒരു 2-3 മിനിറ്റിൽ നമുക്ക് ഫ്രൈ ആവും. എണ്ണ ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെക്കരുത്, ലോ ഫ്ലെയിമിലും വെക്കരുത്. എൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ തൊട്ട് താഴെയായിട്ട് വെച്ചോളൂ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പതഞ്ഞ് വരുന്ന എണ്ണ ഒന്ന് സെറ്റിലാവുന്ന സമയത്ത് നമുക്ക് കോരാം. കരിയാൻ പാടില്ല, അതാണ് ഞാൻ ടെമ്പറേച്ചർ നോക്കണം എന്ന് പറയുന്നത്. കണ്ടോ, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം എണ്ണയൊക്കെ ഒന്ന് സെറ്റിലായി. നമ്മുടെ മുറുക്കും കളറൊന്നും മാറിയിട്ടില്ല, കുറച്ച് ലൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ് കുറച്ച് ഡാർക്ക് കളറായിട്ട് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള ബാച്ചും ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു.
ഞാൻ പറഞ്ഞില്ലേ ഇത് വളരെ 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 എളുപ്പമാണ്. എല്ലാവരും ഈ ദീപാവലിക്ക് ട്രൈ ചെയ്ത് നോക്കണം. ദീപാവലിക്ക് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇനി കടയിൽ നിന്ന് മുറുക്ക് വാങ്ങണമെന്നില്ല. നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുള്ളതാണ്. അയമോദകത്തിന് പകരം നിങ്ങൾക്ക് ജീരകം ചേർക്കാം, എള്ള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ബാക്കി പൊരികടല, അരിപ്പൊടി, കായം, ഉപ്പ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം പറയണം താഴെ കമൻറ്റ് ബോക്സിൽ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye bye.